കാര്യവട്ടത്തെ ആവേശപ്പോരിൽ ഇന്ത്യക്ക് 46 റൺസിന്റെ തകർപ്പൻ ജയം. 272 റൺസ് പിന്തുടർന്ന ന്യൂസിലൻഡ് 225 പുറത്തായി. ഇഷാൻ കിഷന് സെഞ്ചുറി, ഹർഷ്ദീപ് സിംഗിന് 5 വിക്കറ്റ് നേടിയപ്പോൾ സഞ്ജു വീണ്ടും നിരാശപ്പെടുത്തി. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാര്യവട്ടത്ത് ബാറ്റിംഗ് വെടിക്കെടുക്കേണ്ട മത്സരത്തിൽ മികച്ചൊരു ദൃശ്യവിരുന്ന് തന്നെയാണ് ആരാധകർക്ക് വേണ്ടി ഇരു ടീമുകളും സമ്മാനിച്ചത്. ഇന്ത്യ 271 എന്ന വലിയ റൺസ് നേടിയപ്പോൾ ന്യൂസിലാൻഡും മോശമാക്കിയില്ല. എന്തായാലും സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവുമായിരുന്നു ഇന്ത്യൻ ടീമിനെയും ആരാധകർക്കും ഏറ്റവും വലിയൊരു പ്രധാന ഘടകമായി മാറിയത്. ഇപ്പോൾ കളി കഴിഞ്ഞ ആരാധകർ പോകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? സൂപ്പറായിരുന്നു. കളി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി കളി, അടിപൊളി, സൂപ്പർ. സഞ്ജു ഒന്ന് നിരാശപ്പെടുത്തി. സഞ്ജു കുറച്ച് ഔട്ട് ഓഫ് ഫോമിലാന്ന് തോന്നുന്നു. എങ്കിലും അതിന്റെ ഇതെല്ലാം കൂടെ ഇഷാൻ കിഷനും സൂര്യകുമാറൊക്കെ തീർത്തു. വൈബാണ്. രണ്ട് ടീമും തകർപ്പനടിയായിരുന്നു. അടിപൊളിയായിരുന്നു. വന്നത് എന്തായാലും മുതലായിട്ടുണ്ട്. ഞങ്ങൾ കളി കാണുന്നത് കോഴിക്കോട് നിന്ന് വരികയാണ്. കോഴിക്കോട് നിന്ന് വന്നത് എന്തായാലും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ അവർ തന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഗംഭീര മത്സരമായിരുന്നു. പക്ഷേ സഞ്ജു സാംസന്റെ പെർഫോമൻസ് കൊണ്ട് നമ്മളാകെ വിഷമത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിൽ സഞ്ജു ഉൾപ്പെടാണ്ട് പോയാലും പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടാണ്ട് പോയപ്പോൾ നമുക്ക് BCCI ഇനി തെറി വിളിക്കുന്ന അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഇന്ത്യൻ ടീം നന്നായി കളിച്ചാൽ ഇഷാൻ കിഷൻ ബാറ്റിംഗ് തന്നെങ്കിലും ഒരു കീപ്പിംഗിൽ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. കുറെ രണ്ടും സ്റ്റംപിംഗ് ഒക്കെ മിസ്സാക്കി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സഞ്ജു ഒരു അവസരമായിട്ട് കിട്ടിയാലും നന്നായി കളിക്കുന്നു വിചാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു കളി? നന്നായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഹയസ്റ്റ് സ്കോറായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ടീമും നല്ലപോലെ കളിച്ചു. പക്ഷേ സഞ്ജുവിന്റെ നിരാശപ്പെടുത്തൽ കരിയർ തന്നെ അവസാനിക്കുമോ എന്നുള്ള ആശങ്കയിലാണ്. കീപ്പർ മാറ്റിയിരിക്കുന്നത് ഒരു പേടിയുണ്ട്. ഇന്ന് കിഷാൻ കുറെ അവസരങ്ങൾ മിസ്സാക്കി. അത് ശ്രദ്ധിച്ചിരുന്നോ? അത് ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കളി? കൊള്ളായിരുന്നു. 6ഉം 4ഉം മാത്രമേ കണ്ടുള്ളൂ? അല്ല, സിംഗിൾസ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇഷാൻ കിഷന്റെ ഒരു വെടിക്കേട് ബാറ്റിംഗ് കിടിലായിരുന്നു. സഞ്ജു സാംസൺ ഫസ്റ്റ് ഔട്ടായപ്പോൾ ഒന്ന് നിരാശയായിരുന്നു. പിന്നെ അഭിഷേക് ശർമ്മയും കൂടെ ഔട്ടായപ്പോൾ. ബട്ട് ഇഷാൻ കിഷാൻ ഇന്നിങ്സ് ആക്സിലറേറ്റ് ചെയ്ത് സൂര്യകുമാർ യാദവ് 100 റൺ പാർട്ണർഷിപ്പ് അത് നല്ലതായിരുന്നു. എന്തായാലും ഒരു തകർപ്പൻ മത്സരം കണ്ട ആവേശത്തിലാണ് ആരാധകരുള്ളത്. പ്രത്യേകിച്ച് കാര്യവട്ടത്ത് ഇന്ത്യയുടെ T20 ചരിത്രത്തിലെ 3ാമത്തെ വലിയ സ്കോർ ഇവിടെ ഇന്ത്യ ഉയർത്തി. തുടർന്ന് 46 റൺസിന് വിജയം കരസ്ഥമാക്കി. ഇഷാൻ കിഷൻ ബാറ്റിംഗിൽ തുടങ്ങുമ്പോൾ തന്നെ ചില മിസ്റ്റേക്കുകൾ കീപ്പിംഗിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ലോകകപ്പിൽ വരുമ്പോൾ ഇന്ത്യ എല്ലാ കാര്യവും പരിഗണിച്ചായിരിക്കും ഒരു ടീമിനെ ഒരുക്കുക. അതിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ ഷമീമിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.